എടാ നീ എന്ത് അറിഞ്ഞിട്ടാ ഈ പറയുന്നേ? എടാ ഇങ്ങനെ സ്വഭാവത്തെ പറ്റി നിനക്കറിയത്തില്ല, നീ എന്നോട് ചോദിക്ക്. എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അതെ ഞാൻ പറഞ്ഞു. എടാ കല്യാണം കഴിച്ചതേ ഇങ്ങനെ എന്നോട് കള്ളത്തരം പറഞ്ഞിട്ട്. എടാ ഇയാൾ എന്നോട് പറഞ്ഞത് ഇയാൾ നിവിൻ പോളിയുടെ ബന്ധുവാന്ന് പറഞ്ഞ എന്നെ കെട്ടിയത്. ആണോ ഏട്ടാ? നിവിൻ പോളി നമ്മുടെ സ്വന്തക്കാരനാണ്. എങ്ങനെ? എന്റെ വീട്ടിലെ പട്ടിയില്ലേ, അതിന്റെ അനിയത്തി പട്ടിയാണ് നിവിൻ പോളിയുടെ വീട്ടിൽ കിടക്കുന്നത്. അങ്ങനെ ഒരു ബന്ധമാണ്. ഇതൊക്കെ ഒരു ബന്ധമാണോ? ഇതൊക്കെ പിന്നെ പട്ടി ബന്ധം. എന്റെ പിന്നെ ഇയാൾക്ക് എന്താ കാര്യമായിട്ട് അതുകൊണ്ട് അത് തന്നെ ഞാൻ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം സന്തോഷത്തോടെ ഞാൻ ഇങ്ങാരുടെ അടുത്ത് എന്ന് പറഞ്ഞു, ചേട്ടാ ആസിഫ് അലിയുടെ അച്ഛനെ എനിക്ക് നല്ല പരിചയം ഉണ്ടെന്ന്. പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ ആർ.സി. പള്ളിയിലെ അച്ഛനോട് ചോദിക്കുക എന്റെ ഭാര്യയായിട്ട് നിങ്ങൾക്ക് എന്തോ ബന്ധം. ഇവിടെ ഈ ചൂട് കാച്ചിൽ ബാക്കിയായിട്ട് ചവച്ചോണ്ടല്ലേ ഈ പേര് പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ നിങ്ങളുടെ കയ്യിലും കുറ്റമുണ്ട്. എന്റെ കയ്യിൽ എന്തോ കുറ്റമായടാ? ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇങ്ങനെ മനസ്സിലാക്കുന്നില്ലടാ. എടാ കല്യാണം കഴിഞ്ഞ് ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് വലിയൊരു സംശയം. ഞാനിതിങ്ങനെ ശ്രദ്ധിച്ചു. ഇയാളുടെ അച്ഛൻ വീട്ടിനകത്ത് കയറുമ്പം ഇങ്ങാര് പുറത്തിറങ്ങും, ഇങ്ങാര് വീട്ടിനകത്ത് കയറുമ്പം അച്ഛൻ പുറത്തിറങ്ങും. 2-3 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ആ സത്യം മനസ്സിലായി. എടാ രണ്ടുപേർക്കും കൂടെ ഒറ്റ ലുങ്കിയുള്ളടാ ഇവർക്ക്. അതിന് മേടിക്കാൻ വേണ്ടി അമ്മച്ചി മുണ്ടും പാന്റൊക്കെ എടുത്ത് ആക്രിക്ക് വിറ്റ്. ഈ ഭയങ്കര ആഡംബര പ്രിയനാകണ്ട. നിന്റെ വീട്ടിലെ സംഭവം എനിക്കും അറിയാം. എടാ എവളെ വീട്ടിലെ കോളിംഗ് ബില്ല് എന്താണെന്ന് അറിയാമോ? ഇല്ല. മച്ചിൽ കിടക്കണ പല്ലിയെ പിടിച്ച് വീടിന്റെ ഫ്രണ്ടിൽ കെട്ടി നോക്കിയിടും. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പല്ലി ഇത് കേൾക്കണം. എവളെ അമ്മ പോയി വാതിൽ തുറക്കും. ഇതാണ് ഇവളെ കോളിംഗ് ബില്ല്. നാണമുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായിടാ. 3 വർഷം. ഈ 3 വർഷത്തിനിടയ്ക്ക് എത്ര ആഘോഷങ്ങൾ വന്നു, ഒന്നും ഇയാൾ നമ്മുടെ പാട്ട് ആഘോഷിച്ചിട്ടില്ല. എടാ ഒരു വാലന്റൈൻസ് ഡേ വന്നു, ഒരു റോസ് ഡേ അന്ന് ഇയാൾ എനിക്ക് ഒരു റോസ് തന്നിട്ടില്ല. ചോക്ലേറ്റ് ഡേ അന്ന് ഇയാൾ എനിക്ക് ചോക്ലേറ്റ് തന്നിട്ടില്ല. ഒരു ടെഡി ഡേ അന്ന് ഇയാൾ എനിക്ക് ഒരു ടെഡി ബിയർ തന്നിട്ടില്ല. പക്ഷെ ഒരു വുമൻസ് ഡേ അന്ന് ഇങ്ങാര് പോയി ഒരു പെണ്ണിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. എന്റെ കയ്യിൽ കിട്ടിയ സാധനമല്ലേ എനിക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ശിശുദിനം ഞാൻ ഒരിക്കലും മറക്കാറില്ല. എന്നെ കൊണ്ട് കൂടുതൽ വർത്താനം ഒന്നും പറയിക്കരുത്. ഈ ഇടയായിട്ട് ഇയാൾ ആരുമായിട്ടോ സംസാരിക്കുന്നുണ്ട്. എനിക്ക് നല്ല സംശയം. ഏതോ ഒരു പെണ്ണുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. എടാ വാട്സപ്പിൽ എപ്പോഴും ഒരു പെണ്ണ് മെസ്സേജ് അയക്കുക, ഭാര്യ എടുത്തുണ്ടോ ഭാര്യ എടുത്തുണ്ടോ. എന്തോ അതിന്റെ അർത്ഥം? ഭാര്യ ഉള്ളപ്പോ അവിഹിതത്തിന് പോയത് അനുഭവം കൊണ്ട് പറയാണ്. അടിച്ച് പൊട്ടിക്കും ഞാൻ. ഉള്ള മൈക്രോ ഫിനാൻസുകാരെ മൊത്തം അവള് ലോൺ എടുത്ത് കൂട്ടി, എന്നിട്ട് അടയ്ക്കൂല. അവർ വിളിച്ച് അവള് ഫോൺ എടുക്കൂല. അവസാനം അവർ എന്നെ വിളിച്ചിട്ട് ചോദിക്കും, ഭാര്യ എടുത്തുണ്ടോ ആ പൈസ കൊണ്ടുവരാൻ പറയൂ, ഭാര്യ എടുത്തുണ്ടോ പറയാൻ പറ്റില്ല, ചേട്ടനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇവിടെ ലോകത്ത് ഒരു ഭർത്താവ് ഒരു ഭാര്യയെ കുറിച്ച് പറയാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞുതരാം. എന്നെക്കാട്ടും ഇഷ്ടം ആ ഭാർഗവനെയാണ്. ആണോ ചേച്ചി? ആയിരുന്നു. ദൈവമേ, ഭർത്താവിന്റെ മുന്നിൽ വെച്ച് പറയുന്നതായിട്ട് ആയിരുന്നു. അവള് പറയും, സത്യമാണത്. ഒരു ദിവസം ഞാൻ വീട്ടിൽ കയറി വന്നപ്പം എവള് ഭാർഗവന് വെള്ളം കൊടുത്തിട്ട് തലയിൽ ഇങ്ങനെ തടവുന്നു. ആണോ? അതെന്തോ നെറുകെ പോയത് ഇങ്ങനെ തട്ടി കൊടുത്താടാ ഞാൻ. ഭർത്താവിന്റെ മുന്നിൽ വെച്ചോ? നാണം കെട്ട സ്ത്രീ. അത് ഞാൻ ക്ഷമിച്ച്. പിറ്റേന്ന് ഞാൻ വീണ്ടും വന്നപ്പോ എവള് കട്ടിൽ കിടക്കുന്നു, തൊട്ടപ്പുറത്ത് ഭാർഗവന്. തിങ്കൾ ഇത് നോക്കി നിന്നാ അടുക്കള കയറി ഒരു കത്തി എടുത്ത് ഭാർഗവന്റെ കഴുത്തൊക്കെ ഒരു ഒറ്റ വിട്ട് ഒന്ന് കളഞ്ഞാ കേസാവൂലേ? കേസായില്ല, തെളിവ് നശിപ്പിച്ച്. എങ്ങനെ? ഞാൻ ഭാർഗവനെ കറി വെച്ച് തിന്നു. കറി വെച്ച് തിന്നാ? എന്റെ പൊന്നു നരഭോജി, കറി വെച്ച് തിന്നെന്ന് അവള് തിന്നല്ലോ. തിന്നാ? കുരുമുളക് ഇട്ടാ എനിക്കിഷ്ടോ. ലജ്ജിക്കൂ കേരളമേ, ലജ്ജിക്കൂ. ഒരു ഭാര്യയുടെ കാമുകനെ ഭർത്താവ് കറി വെച്ച് തിന്ന് കളഞ്ഞേക്കുന്നേ. ഭ്രാന്താണോ? എടാ ഞാൻ സ്നേഹിച്ച് വളർത്തിയ ഞങ്ങളുടെ വീട്ടിലെ ടർക്കി കോഴി എങ്ങനെ കൊന്ന കാര്യമായി പറയുന്നത്. ടർക്കി കോഴിയുടെ പേരാണ് പറഞ്ഞത്. ഞാൻ വല്ലതും വിളിച്ചു പറഞ്ഞാൽ കൂടി